തന്ത്രി കണ്ഠരര് രാജീവരെ സന്ദർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP. കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടുനിന്നു. ജയിലിലുണ്ടായത് മോശം അനുഭവമെന്നും കൃത്യമായ ചികിത്സ കിട്ടിയില്ലെന്നും തന്ത്രി പറഞ്ഞതായി കൊടിക്കുന്നിൽ സുരേഷ് MP റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജയിലിൽ ഒരു സൗകര്യം കിട്ടിയിരുന്നില്ല. വളരെ മോശമായ അനുഭവമാണ് ജയിലിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തിന് ഒരു തന്ത്രി എന്ന നിലയിലുള്ള ഒരു പരിഗണനയും ലഭിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ വേണ്ടത്ര രീതിയിൽ അമ്മയെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയോ മരുന്ന് നൽകുകയോ അതിനുള്ള ക്രമം ചെയ്തില്ല. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. പ്രവീൺ, തന്ത്രിയുടെ ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങളെ കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP സന്ദർശിച്ചിരിക്കുന്നത് തന്ത്രി കണ്ഠരര് രാജീവരെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും വിശദമാക്കുകയുണ്ടായി. എന്താണ് ഈ സന്ദർശനത്തിന് പിന്നിൽ? വിനിത, തന്ത്രി കണ്ഠരര് രാജീവരുമായി അദ്ദേഹത്തിന്റെ ചെങ്ങന്നൂരിലെ വസതിയിൽ കൊടിക്കുന്നിൽ സുരേഷ് MP കൂടിക്കാഴ്ച നടത്തി. ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രധാനമായും തന്ത്രി ചില കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞത് ജയിലിൽ കിടക്കുമ്പോൾ തന്ത്രി എന്ന നിലയിലുള്ള ഒരു പരിഗണനയും തനിക്ക് ലഭിച്ചിരുന്നില്ല. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വേള ചികിത്സ കിട്ടേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി തിരികെ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ധൃതി അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. തനിക്ക് അറിയാൻ കഴിഞ്ഞത് ഉന്നതങ്ങളുടെ മേളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. അതായത് പരമാവധി ജയിലിൽ തന്നെ കിടത്തുക എന്ന നിർദ്ദേശം മുകളിൽ നിന്ന് ആരോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ കൊടിക്കുന്നിൽ സുരേഷ് MPയോട് പറഞ്ഞു. അത് നമ്മളുള്ള ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുക, ഒപ്പം തന്നെ നിയമകാര്യങ്ങൾ അറിയുക തുടങ്ങിയ കാര്യങ്ങൾക്കായാണ് താൻ തന്ത്രിയെ സന്ദർശിച്ചത് എന്നും കൊടിക്കുന്നിൽ സുരേഷ് MP വ്യക്തമാക്കിയിട്ടുണ്ട്. വിനീത. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.